അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്ന, യേശു തൊട്ട, യേശു വന്ന, യേശു തൊട്ട, പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നു പോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. നാട്ടിലെ ഉണർവ് പൂവാറിൽ ഓഗസ്റ്റ് 12 വൈകുന്നേരം 6:30 മുതൽ. സ്ഥലം ശ്രുതി ഓഡിറ്റോറിയം, പൂവാർ. TV പ്രേക്ഷക സംഗമം പാലക്കാട് ഓഗസ്റ്റ് 14 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തിമഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിനു സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. സമൃദ്ധിയുടെ സ്വാതന്ത്ര്യം ഓഗസ്റ്റ് 15 എറണാകുളത്ത് രാവിലെ 10:30 മുതൽ. ബ്രദർ ജോൺ താരുവും സിസ്റ്റർ സോളി ജോൺ എന്നിവർ ശുശ്രൂഷിക്കുന്നു. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്കറിയാം, ഇസ്രയേൽ ജനമായിരുന്നത് മേഘസ്തംഭത്തിലായിരുന്നു, അവർ അഗ്നിസ്തംഭത്തിലായിരുന്നു. അതായത് അവരെ കവർ ചെയ്തിരുന്നത് അഗ്നിസ്തംഭത്താലും മേഘസ്തംഭത്താലുമായിരുന്നു. അതിനൊരു പ്രത്യേകതയുണ്ട്. ആ അഗ്നിസ്തംഭത്തിലേക്കോ മേഘസ്തംഭത്തിലേക്കോ പുറത്തുനിന്ന് ഒരാൾക്ക് കടക്കാൻ കഴിയത്തില്ല. ഇന്ന് ഞാനായിരിക്കുന്നതും ഇതേപോലെ ദൈവത്തിൻ്റെ കവറിങ്ങിലാണ് ആയിരിക്കുന്നത്. ഒരു ശത്രുവിനും എന്നെ തൊടുവാനായി കഴിയത്തില്ല. കാരണം എനിക്ക് മതിലായിരിക്കുന്ന ചിലതുണ്ട്. അതിനെ മറികടന്ന് ഒരു ശത്രുവിനും എന്നെ തൊടുവാൻ കഴിയത്തില്ല. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾ ആരാണ്? ക്രിസ്തുവിൻ്റെ അടുക്കലായിരിക്കുന്ന, അല്ലെങ്കിൽ യേശുവിനെ സ്വീകരിച്ച നിങ്ങളുടെ പ്രത്യേകത എന്താണ്? അവൻ നിങ്ങളെ എങ്ങനെയാണ് കരുതുന്നത് എന്ന് നമുക്ക് ഒന്ന് കേൾക്കാം. നമുക്ക് ആ മെസ്സേജിലേക്ക് പോകാം. നമുക്ക് പുറപ്പാട് പുസ്തകം 14-19 വാക്യം വായിക്കാം. അനന്തരം ഇസ്രായേലിന്റെ സൈന്യത്തിന് മുൻപായി നടന്ന ദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. എന്നെ ശ്രദ്ധിക്കാം. അവരുടെ മുമ്പായ പോയിക്കൊണ്ടിരുന്ന ദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. അവരുടെ പിന്നിലേക്ക് പോയി. മേഘസ്തംഭവും അവരുടെ മുന്നിൽ നിന്ന് മാറി പിമ്പിലേക്ക് പോയി. രാത്രി മുഴുവനും മിസ്രൈമ്യരുടെ സൈന്യവും ഇസ്രായേലിയരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവരുടെ മധ്യേ നിന്നു. ഒന്ന് ശ്രദ്ധിക്കാം. 2 പേര് വരാം, 2-3 പേര് വരാം. ഓടിയോ. ഭയങ്കര രസമാണ് കാണാൻ കേട്ടോ. ഇതൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം കേട്ടോ. ഇത് ശ്രദ്ധിച്ച ഞാൻ ജസ്റ്റിൻ ബ്രദർ എന്ന് പറയുന്നത് ഇസ്രായേൽ ജനവാ. ഒന്ന് ശ്രദ്ധിച്ചേ, ഇത് ഇടയിൽ നിൽക്കുന്ന ദൈവദൂതന, ഇത് മിസ്രൈമിലെ ജനവാ. ഒന്ന് ശ്രദ്ധിച്ചേ, ഇവരുടെ ഇടയിൽ നിൽക്കുന്നൊരു കവറിങ് കണ്ടോ? ഇവർ ഇതിനകത്ത് കയറിയത് മുതലേ ഈ ലോകമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. ഇവർ ജീവിക്കുന്ന സൂപ്പർ നാച്ചുറൽ ആയിട്ടാ. ഒന്ന് കൈയടിക്ക്, ഒരു ആമേൻ പറ. എന്ന് പറഞ്ഞാൽ ഇവരെ മുഴുവൻ കവർ ചെയ്തിരിക്കുന്നത് മേഘസ്തംഭവും അഗ്നിസ്തംഭവുമായിട്ട് ഇവരെ മുഴുവൻ കവർ ചെയ്തിരിക്കുന്നത്. അവർ കവേർഡാണ്. കുറച്ചും കൂടെ നന്നായി പറഞ്ഞാൽ നിങ്ങളും ഞാനും അഗ്നി മതിലിനാൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാ. കാണുന്നില്ലെങ്കിലും സൂക്ഷിക്കപ്പെട്ടിരിക്കുക. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറ. നിങ്ങൾക്ക് ഞാനും
അതുകൊണ്ടാണ് നിന്നെ തൊട്ട ആ കളി തീക്കളിയാവൂന്ന് പറയാൻ കാരണം, ഇതിനകത്തേക്ക് ഒരുത്തിന് കേറാൻ പറ്റത്തില്ല. തൊട്ടാൽ ആ കാര്യം സീരിയസ് ആകും. കാരണം ഇതിനകത്ത് കേറണമെങ്കിൽ പറ്റത്തില്ല, തൊട്ടാൽ അവന്റെ കാര്യം പോക്കാം. അടുത്തിരിക്കുന്നവരോട് പറ, തൊട്ടാൽ അവന്റെ കാര്യം പോക്കാന്ന് പറ. അങ്ങനെ പറയാനൊക്കത്തുള്ളൂ. സീരിയസ് ആണ് കാര്യം. നമ്മൾ ക്ഷമിച്ചാൽ മാത്രമേ അവന്റെ കാര്യം പോക്കാവാതിരിക്കത്തുള്ളൂ. നമ്മൾ പറയണ കർത്താവേ അവനെ ഇല്ലാതാവരുത്, അവൻ നശിച്ചു പോകരുത് എന്ന് പറഞ്ഞാൽ ഓക്കെ. അല്ല എങ്കിൽ കയറി തൊടുന്നത് നിന്നെയല്ല തൊടുന്നത്, നിന്റെ പുറകിലുള്ള ഫെൻസിങ്ങിനെയാ തൊടുന്നേ. നിന്നെയല്ല തൊടുന്നത്, നിന്നെ കവർ ചെയ്തിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെയാ. ഈ രാജ്യത്തിനകത്തേക്ക് ഒരു ദുഷ്ടതയും കേറത്തില്ല. ഇന്ത്യയുടെ ഫെൻസിങ് പോലെയല്ല. ചൈനയ്ക്ക് തുറക്കാനോ പാകിസ്ഥാന് തുറക്കാനോ പറ്റുന്ന, എവിടെങ്കിലും തുറന്നാൽ തുറക്കാൻ പറ്റുമായിരിക്കാം. നമ്മുടെ രാജ്യത്തെ തുറക്കാൻ പറ്റാത്ത രീതിയിൽ സൂക്ഷിക്കുന്ന ദൈവത്തിന് സ്തോത്രം, നമ്മുടെ ഗവൺമെന്റിന് സ്തോത്രം. പക്ഷെ ഞാൻ പറയാം, ഒരുപക്ഷെ മാനുഷികമായി അവർക്ക് അത് സാധിച്ചാൽ ഇത് അതിനേക്കാൾ വലുതാ. ഇത് മാനുഷികമല്ല, ഇത് ദൈവികമാണ്. സ്വർഗീയ പ്രൊട്ടക്ഷനിലാണ്. നീ അതിനകത്തായിരിക്കുന്നേ. അതുകൊണ്ടാ യേശു പറഞ്ഞേ, കൊളോസ്യ ലേഖനങ്ങൾ പറഞ്ഞ്, പിശാചിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചിട്ട് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നിന്നെ ആക്കിയിരിക്കുക. വേറെ വാക്കിൽ പറഞ്ഞത്, ബലവാന്റെ കയ്യിൽ നിന്ന് യാക്കോബിനെ അവന്റെ ബലവാന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് അവനെ വിടുവിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ബലവാന്റെ കയ്യിൽ നിന്ന് നീ പുറത്തു വന്നു കഴിഞ്ഞു. യേശു പറഞ്ഞു, ബലവാന്റെ കയ്യിൽ നിന്ന് പിടിവിച്ചാൽ അതിലും ബലമേറിയവൻ വന്ന് വിടുവിച്ച. ഈ സഹോദരങ്ങളെ, യു ആർ പ്രൊട്ടക്റ്റഡ്, യു ആർ ഇൻ ദ കിങ്ഡം, യു ആർ ഇൻസൈഡ്. എന്റെ വിഷയം അവിടെയല്ല. ഈ ആള് ഇസ്രായേൽ എന്ന് പറഞ്ഞ ആള് എന്ന് ഇതിനകത്ത് കേറിയോ അന്നു മുതൽ ഇയാൾക്ക് അഗ്നിസ്തംഭവും കാണാം, മേഘസ്തംഭവും കാണാം. ഫിസിക്കൽ ഐസ് പോലെ ഇവരുടെ സ്പിരിച്വൽ ഐസ് തുറന്നു. ഇവര് പിന്നീട് നടക്കുന്നത് അഗ്നിസ്തംഭം കണ്ട, മേഘസ്തംഭം കണ്ട, അഗ്നിസ്തംഭം കണ്ട, മേഘസ്തംഭം കണ്ട. നിന്നോടുള്ള ദൂത്, നീ അഗ്നിസ്തംഭം കണ്ട, മേഘസ്തംഭം കണ്ട നടക്കേണ്ടത്. അതാണ് ദൈവവിളി. സംതിങ് സൂപ്പർനാച്ചുറൽ. നമ്മുടെ കണ്ണുകൾ തുറന്നിട്ടില്ല എന്ന് നമ്മുടെ തലയിൽ വിചാരമുണ്ട്. നോ, ആൾറെഡി അവർ ഐസ് ആർ ഓപ്പൺഡ്. ഇനി തുറക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് അങ്ങനെ അതൊക്കെ ഏതോ ദൈവദാസന്മാർക്ക് മാത്രമുള്ള ഏതോ ഒരു സാധനമായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അല്ല, ആ ദിവസം മുതൽ എൻ്റെ കണ്ണ് തുറന്നായിരിക്കുന്നത്. അകത്തെ കണ്ണ് തുറന്ന് നോക്ക്. അപ്പൊ നിനക്ക് തോന്നും. അപ്പൊ നിങ്ങൾ പറയും, എനിക്ക് തോന്നുന്നതായിരിക്കാം എന്ന് പറയരുത്. അത് തോന്നുന്നതാണ്. അത് ദൈവം നിന്റെ അകത്ത് തോന്നിപ്പിക്കുന്നതാണ്. നിന്റെ അകത്ത് ചുറ്റുമുള്ള ആ കവറിങ് നിനക്ക് മനസ്സിലാക്കി തരികയാ. ബിലീവ് ഇറ്റ്, ബിലീവ് ഇറ്റ്. സൗരങ്ങൾ, എൻ്റെ കയ്യിൽ ഫോണുണ്ട്. ആ ഫോൺ ആക്ടിവേറ്റ് അല്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പ്ലാൻ തീർന്നു പോയി. ഞാൻ പ്രദീപിനോട് വിളിച്ചു പറഞ്ഞു, പ്രദീപേ ഫോൺ ചത്തുപോയി, ഒരു പ്ലാൻ എന്ത് പറയുക, റീചാർജ് ചെയ്യണം. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പ്രദീപ് റീചാർജ് ചെയ്തു. ആ സമയം മുതൽ എനിക്ക് കോൾസ് വരാൻ തുടങ്ങി. അവർക്ക് അവിടെ ലൈൻസ് ഇല്ലാഞ്ഞിട്ടല്ല കോൾസ് വരാഞ്ഞത്, എൻ്റെ ഫോണിൻ്റെ കണക്ടിവിറ്റി പോയതാണ്. ദൈവദൂതന്മാർ ഇവിടെ ഉണ്ടോ? ദൈവം അവിടെ ഉണ്ട്. പക്ഷേ ഞാനും ദൈവദൂതന്മാരുമായി സംസാരിച്ചിട്ടില്ല. ഞാൻ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഏഞ്ചലിനോട് ഇതുവരെ മിണ്ടിയിട്ടില്ല. അങ്ങോട്ട് ചെന്നിട്ട് നമുക്കങ്ങനെ മിണ്ടിയാ തെറ്റിപ്പോകുന്ന പേടിയാ. ബൈബിളില് അങ്ങനൊരു സ്ഥലത്ത് തെറ്റിപ്പോകുന്ന എഴുതിയിട്ടില്ലല്ലോ. ഞാൻ ദൂതന്മാരോട് സംസാരിച്ചപ്പോൾ ദൂതന്മാരെ ആരാധിച്ചാലേ തെറ്റായി പോകത്തുള്ളൂ. ദൂതന്മാരെ തെറ്റായി ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ആ ദൂതന്മാർ തന്നെയാ യോഹന്നാനെ തിരുത്തിയത്. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് ഏത് ആത്മാവാണ് അതെന്ന് തിരിച്ചറിയുന്ന വിധത്തിൽ ശക്തനാണ്. ഞാനെങ്ങനെയാ തെറ്റിപ്പോകുന്നേ? എന്തിനാ തെറ്റേണ്ട കാര്യം? നിങ്ങളെന്താ അനങ്ങാത്തെ? ഒന്ന് ചുണയായി കൈയടിക്കേ.
എനിക്ക് ചിലരോടൊരു ദൂത് പറയാനുണ്ട്. എൻ്റെ കൂടെ ഒന്ന് വരാമോ? എൻ്റെ കൂടെ ഒന്ന് വരാമോ? ഒന്നും കൂടെ ഒന്ന് വരാമോ? ഇത് ഇസ്രായേൽ ജനമാണെന്ന് വിചാരിക്കേ. ഇത് മിസ്രൈമിൽ നിന്ന് വന്നപ്പോൾ ദൈവം അവരെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുക. ശത്രുവാണ് പുറകിൽ നിൽക്കുന്നത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശത്രുവിനെ ശത്രു ഇവന്റെ മുറകെ ഒരു പ്രഷർ കൊണ്ടുവന്നു. പക്ഷേ ആ പ്രഷറിന്റെ നടുവിൽ സ്വർഗം നിപ്പുണ്ട്. Can I repeat it? മിസ്രയീം സൈന്യം ഇവരുടെ പുറകിൽ വരുമ്പോ ഇസ്രായേൽ ജനത്തിന് കാണാൻ അവരുടെ പുറകെ വരുന്ന സൈന്യത്തെ. പക്ഷെ ആ പ്രഷറിന്റെ നടുവിൽ വേറൊരുവൻ വെളിപ്പെട്ടിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, നീ ഇനി പുറകോട്ട് നോക്കേണ്ട കാര്യം ബൈബിൾ എഴുതിയിട്ടില്ല കേട്ടോ, ഞാൻ പറയുക. പുറകോട്ട് നീ നോക്കേണ്ട കാര്യമില്ല, പുറകിൽ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ നിനക്ക് വരുന്ന സകലത്തിനെയും നോക്കാൻ ഒരുവൻ നിന്റെ പുറകിലുണ്ട്. നീ കാണേണ്ടത് നിന്റെ മുമ്പിൽ തുറന്നു വരുന്ന ചെങ്കടലാണ്. ഞാൻ ചിലരോട് ദൂത് പറയട്ടെ, നീ ഭയപ്പെട്ടിരുന്ന ചെങ്കടൽ വിഭാഗിക്കപ്പെടാൻ പോകുന്നു. നിന്റെ മുമ്പിലുള്ള പ്രതിസന്ധി വിഭാഗിക്കപ്പെടാൻ പോകുന്നു. വേദപുസ്തകം പറയുന്നത് ഞാൻ പറയട്ടെ, രണ്ട് ചിറ പോലെ രണ്ട് സൈഡിൽ നിന്നു അണക്കെട്ട് പോലെ രണ്ട് സൈഡിൽ നിന്നു എന്ന് പറഞ്ഞാൽ നിന്നെ മുക്കിക്കളയുന്നു എന്ന് പറയുന്ന സാഹചര്യം തന്നെ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പോവാ. നിന്നെ നശിപ്പിക്കുമെന്ന് പറയുന്ന അത് തന്നെ നിനക്ക് കാവൽ നിൽക്കാൻ പോവാ. നിന്നെ ഇല്ലാതാക്കുമെന്ന് പറയുന്ന അത് തന്നെ നിനക്ക് ബലം തരാൻ പോവാ. നിന്നെ എവിടെയാണ് കുഴിച്ചു മൂടുമെന്ന് പറയുന്നത് അവിടെ തന്നെ നീ ഉയർന്നു വരാൻ പോവാ. ഇത് ഞാൻ ചിലരോടുള്ള ദൂതാ പറയുന്നേ. നീ എവിടെയാണോ മുക്കിക്കളയുമെന്ന് പറഞ്ഞത് അത് നിനക്ക് വേണ്ടി വഴി തുറന്നു തരും. ഏതാണോ നിന്നെ മുക്കുമെന്ന് പറയുന്നത് അതിലൂടെ ഒരു വഴി തുറന്നു വരും. വിശ്വസിക്കുന്നവർ ആമേൻ പറ. ബിസിനസ് ആണോ, ജോലിയാണോ, കടഭാരമാണോ, ആ സ്ഥലത്തിന്റെ നടുവിലൂടെ യഹോവയ്ക്കൊരു വഴിയുണ്ട്. ചുഴലിക്കാറ്റിന്റെ നടുവിൽ, കൊടുങ്കാറ്റിന്റെ നടുവിൽ അവൻ നിനക്ക് വേണ്ടി വഴി തുറക്കുന്നവനാ. അവൻ ചെങ്കടലിന്റെ നടുവിൽ വഴി തുറന്നത് കാണാ. എനിക്ക് നിങ്ങളോട് ചിലരുടെ ദൂത് പറയാനുണ്ടോ? ഈ മാർച്ച് ഒരാഴ്ചയും കൂടെ തീരാനുള്ളൂ. പക്ഷേ ഈ മാർച്ച് അവസാനിക്കുന്ന 31-ാം തീയതി തീരുന്നേക്കാൾ മുമ്പ് ചിലരുടെ ജപ്തി നീങ്ങിപ്പോകും, ചിലരുടെ കെടുതികൾ നീങ്ങിപ്പോകും, ചിലരുടെ പ്രശ്നങ്ങൾക്ക് അവസാനം ഉണ്ടാകും, ചില വസ്തുവകകൾ വിറ്റുപോകും, ചില കെടുതികൾ മാറിപ്പോകും, ചില വിവാഹങ്ങൾ ഒരുങ്ങി വരും, ചില എബ്രോഡ് യാത്രകൾ തുറന്നു വരും. ഇതുവരെ ഇല്ലാത്തത് ഓപ്പൺ ആകും. കൂടെ ഉള്ളവർക്ക് കൈ അടിച്ചും കർത്താവിനെ ആരാധിച്ചും ഇരിക്കാം. ഇസ്രായേലിന്റെ ജനത്തോട് ചോദിക്കാം, പുറകെ നോക്കി എന്താ കാണാനുള്ളത്? അവര് പറയും തേജസ്സാ കാണാനുള്ളത്. മുമ്പേ നോക്കി എന്താ കാണാനുള്ളത്? അവര് പറയും കർത്താവിന്റെ കൈ എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞ നീട്ടിയ കർത്താവിന്റെ കൈയാ കാണാനുള്ളത് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിനകത്ത് അവന്റെ കൈ കാണുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു വിധത്തിലും തകർച്ച നിന്നെ തൊടത്തില്ല, ഒരു വിധത്തിലും വേദന നിന്നെ തൊടത്തില്ല. കൈ കാണുന്നവർക്കായി സ്തോത്രം, കൈ കാണുന്നവർക്കായി സ്തോത്രം. നിങ്ങളുടെ അകത്തെ കണ്ണുകൾ നിനക്ക് തന്നിട്ടുള്ളത് വഴി കാണാനാ, മാർഗം മനസ്സിലാക്കാനാ, കാര്യങ്ങൾ എങ്ങനെയാ ചെയ്യുന്നത് പിടികിട്ടാനാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നീ കുറച്ചും കൂടെ മുന്നോട്ട് നിങ്ങൾക്ക് വായിച്ചാൽ ഒരു കാര്യം കാണാം. മിസ്രയീമർക്കൊരു കാര്യം മനസ്സിലായി. ശ്രദ്ധിച്ചോണം, ദൂത് നിങ്ങളോടാ. ദൈവം തന്നെ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്ന് അവർക്ക് മനസ്സിലായി. തിരുവനന്തപുരത്തിനും മനസ്സിലാകും, അല്ല കേരളത്തിനും മനസ്സിലാകും,
ജോൺ ദാരുവിന് വേണ്ടി ദൈവം തന്നെ ചിലത് ചെയ്യുന്നു എന്ന് മനസ്സിലാകും. നിനക്ക് വേണ്ടി ദൈവം ചിലത് നേരിട്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാകും. നിന്നെ ഉപദ്രവിച്ച ശത്രുവിന് പിടികിട്ടും അവന്റെ കൂടെ ദൈവം ചിലത് ചെയ്യുന്നു എന്ന്. ദൈവം നിന്റെ കൂടെ നിൽക്കുന്നു എന്ന് നിന്നെ ഉപദ്രവിക്കുന്നവരും പറയും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. നിന്നെ താഴ്ത്താൻ നോക്കിയവര് പറയും ദൈവം അവന്റെ കൂടെ ഉണ്ട്. നിന്നെ ഇല്ലാതാക്കാൻ നോക്കിയവര് പറയും ദൈവം അവന്റെ കൂടെ ഉണ്ട്. അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്നവര് തുള്ളിച്ചാടിയിട്ട് പറ, അത് ദൈവത്തിന്റെ സന്ദർശനമാ. നിന്നെ താഴ്ത്താൻ നോക്കിയവര് പറയും ദൈവം അവന്റെ കൂടെ ഉണ്ടെന്ന്. നിന്നെ നശിപ്പിക്കുന്ന സ്ഥലത്ത് തന്നെ നീ മാനിക്കപ്പെടും. അല്ല, നിന്നെ നശിപ്പിക്കുന്ന സാഹചര്യം നിനക്ക് തുണയാകും. നിന്നെ ഇല്ലാതാക്കുന്ന സാഹചര്യം നിനക്ക് വഴിയാകും. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചിട്ട് നല്ല ആമേൻ പറ. കൈ അടിച്ചു കർത്താവിനെ സ്തുതിച്ചേ. എന്റെ പ്രസക്തമായ ചിന്തയിലേക്ക് വന്നില്ല. ഇന്ന് നിങ്ങളോടുള്ള ചില ആലോചന പറയുമായിരുന്നു ഇത്രയും നേരം. ഞാൻ കുറച്ചും കൂടെ നന്നായി പറഞ്ഞ, അവർ മരുഭൂമിയിലേക്ക് കയറുകയാണ് നമ്മുടെ തലയിലുള്ളത്. കുഞ്ഞാട്ടിന്റെ രക്തം കട്ടളപ്പടി കുറുമ്പടിമേൽ തെളിക്കപ്പെട്ടു. യേശു ആകുന്ന വാതിൽ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. കുഞ്ഞാട്ടിന്റെ രക്തം കട്ടളപ്പടിമേലും കുറുമ്പടിമേലും തെളിക്കപ്പെട്ടു. അവർ ഭവനങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നു. യേശു ആകുന്ന വാതിലിലൂടെ അകത്തുനിന്ന് പുറത്തേക്ക് വന്നു. പിന്നീട് അവര് സംരക്ഷണ വലയത്തിനകത്തേക്ക് കയറുക ചെയ്തേ. പിന്നീട് അവരെ രാത്രി തൊട്ടില്ല, പകലും തൊട്ടില്ല. പിന്നീട് അവർക്ക് രാത്രി ആയിരുന്നില്ല, പകൽ അവരെ സ്വാധീനിച്ചതുമില്ല. രാത്രി ഇറങ്ങിയപ്പോ അവർക്ക് വെളിച്ചം കാണാം, പകലിറങ്ങിയപ്പോ അവർക്ക് സാന്നിധ്യം കാണാം. എന്ന് പറഞ്ഞ കുറുമ്പടിയുടെ മേലും കട്ടളപ്പടിയുടെ മേലും രക്തം തെളിച്ച സ്ഥലത്തു നിന്ന് അവർ പുറത്തേക്ക് ഇറങ്ങിയത് മരുഭൂമിയിലേക്കോ വേറൊരു സ്ഥലത്തിലേക്കോ ഒന്നും ആയിരുന്നില്ല. അക്ഷരികമായി ആയിരുന്നുവെങ്കിലും ആത്മീയമായി പറഞ്ഞ ദൈവത്തിന്റെ ആത്മലോകത്തിനകത്തേക്ക് അവര് കയറിയത്. ആത്മലോകത്തിനകത്തേക്ക് അവര് കയറിയത്. ദൂതന്മാർ പരിരക്ഷിക്കുന്ന, ദൈവം നേരിട്ട് നോക്കുന്ന, ദൈവം നേരിട്ട് പരിരക്ഷിക്കുന്ന, ദൈവം നേരിട്ട് പരിപാലിക്കുന്ന ഓ സ്വർഗീയ ദൂതന്മാർ, ദൈവശക്തി. ഇസ്രയേൽ ജനത്തെ വർഷങ്ങളോളം കർത്താവ് കരുതി നടത്തി. ലോകം മുഴുവൻ കണ്ടു. അവർ സഞ്ചരിച്ച ദേശം മുഴുവനും അവരെ കാണാനിടയായി. അവരുടെ ഇടയിൽ ഒരു ദൈവമുണ്ട് എന്ന് സകല ജനവും പറയാനിടയായി. മല്ലന്മാർ പോലും അവരെ ഭയന്ന് കോട്ട അടയ്ക്കുവാനിടയായി. ദൈവം എന്നെ കരുതുന്ന വിധം, അല്ലെങ്കിൽ കർത്താവ് എന്നോടൊപ്പമുണ്ട് എന്ന് ലോകം മുഴുവൻ കാണും. നിങ്ങളോടൊപ്പമുള്ളത് ലോകം മുഴുവൻ കാണും. നിങ്ങളുടെ ചുറ്റുപാട് കാണും. നിങ്ങളായിരിക്കുന്ന ദേശക്കാർ അത് കാണുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആ അനുഭവത്തിലേക്കാണ് കർത്താവ് നമ്മളെ കൊണ്ടുവന്നത്. അത് സർവ്വജനവും കാണത്തക്ക വിധത്തിൽ നിങ്ങളിൽ വെളിപ്പെട്ട് വരട്ടെ. നമുക്കിനി ജലസാക്ഷ്യങ്ങളിലേക്ക് പോകാം. സിസ്റ്ററിന്റെ പേര് മഞ്ജു. സിസ്റ്റർ വരുന്നത് കരവാളൂരിൽ നിന്നാണ്. സിസ്റ്റർ പറയുന്ന കഴിഞ്ഞ നാളുകളിൽ 2 ആഴ്ചത്തോളം മൂത്ത മകൾക്ക് വയറുവേനയാൽ ഭാരപ്പെടുകയായിരുന്നു. നമ്മുടെ ജീസസ് ടൈമിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. സിസ്റ്റർ പറഞ്ഞ അപ്പോൾ തന്നെ ആ വയറുവേദന മാറി പരിപൂർണ്ണ സൗഖ്യമായി. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് കർത്താവ് ചെയ്ത നന്മയ്ക്ക് നന്ദി പറഞ്ഞേ. നന്ദി യേശുവേ. അതേപോലെ ഈ ഇളയ മോൾക്ക് 5 ദിവസത്തോളം പനിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ചേച്ചി പറയുന്നത് അതും നമ്മുടെ ജീസസ് ടൈമിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ ഡിസ്ചാർജായി പരിപൂർണ്ണ സൗഖ്യത്തിലേക്ക്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് യേശു ചെയ്ത നന്മയ്ക്ക് നന്ദി പറഞ്ഞേ. നന്ദി യേശുവേ. താങ്ക് യു ജീസസ്. അതുപോലെ ഈ ചേച്ചി പറയുന്നത് ഈ മോന് ഭയങ്കര ദേഷ്യ സ്വഭാവമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം വിളിച്ചു പ്രാർത്ഥിച്ചു. ഇപ്പോൾ മോന്റെ ദേഷ്യ സ്വഭാവം മാറി. ദേഷ്യപ്പെടാൻ പറ്റുന്നില്ലേ?
ദേഷ്യസ്വഭാവം പോയി? ഇല്ല. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. അത് പിള്ളേർക്ക് ദേഷ്യസ്വഭാവം പോയി എന്നൊക്കെ പറയണ വലിയ കാര്യമായിട്ടോ. ദൈവത്തിന് കൊടുത്ത മാറ്റത്തിനായി നന്ദി പറയാൻ ദൈവത്തിന് നന്ദി യേശുവേ. താങ്ക് യു ജീസസ്. ബ്രദർ, ഈ സിസ്റ്ററിൻ്റെ പേര് മേരി. മാർത്താണ്ഡ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. സിസ്റ്ററിൻ്റെ ലൈഫിലുണ്ടായ അത്ഭുത സൗഖ്യം പറയുവാനാണ് നമ്മുടെ മധ്യ ആയിരിക്കുന്നത്. സിസ്റ്റർ പറയുന്നത് സിസ്റ്ററിൻ്റെ 4 മാസത്തോളം ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. അതോടൊപ്പം വയറിൻ്റെ ഭാഗം നല്ല വേദനയായിരുന്നു. ഹോസ്പിറ്റലിലൊന്നും പോയില്ല. ഇവിടെ ചർച്ചിൽ വന്ന് ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ ആ വേദന പൂർണ്ണമായിട്ട് മാറി എന്നാണ് പറയുന്നത്. ആമേൻ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ, ആമേൻ. ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്. സിസ്റ്ററിൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ചെവിയുടെ പുറകുവശത്തായിട്ട് ഒരു മുഴയുണ്ടായിരുന്നു. ചേച്ചിയുടെ ഹസ്ബൻഡിനെ ഓക്കെ, ചെവിയുടെ പുറകുവശത്തായിട്ട് മുഴയുണ്ടായിരുന്നു. ഓക്കെ, ആ മുഴ ഓപ്പറേഷൻ ചെയ്തു. ഓക്കെ, ടെസ്റ്റിന് അയച്ചിരുന്നു. സിസ്റ്റർ വിശ്വാസത്തോടു കൂടെ ചർച്ചിലൊന്ന് പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നപ്പോൾ എല്ലാ ടെസ്റ്റും നോർമൽ ആയിരുന്നു എന്നാണ് പറയുന്നത്. സന്തോഷമുള്ള കാര്യമാണ്. ബ്രദറെ, ഈ സിസ്റ്ററിന്റെ പേര് ആഡലിൻ എന്നാണ്. അലൻ. മാർത്താണ്ഡം എന്ന സ്ഥലത്ത് നിന്ന് സിസ്റ്റർ വരുന്നത്. 4 മാസമായിട്ട് ഈ സിസ്റ്ററിന് ഭയങ്കര തലചുറ്റും തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. കൂടാതെ ബാക്ക് പെയിനും ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് MRI എടുത്ത് കാണിക്കാനായിട്ട് പറഞ്ഞു. എന്നാൽ സിസ്റ്റർ അതിന് പോകാതെ ഇവിടെ കഴിഞ്ഞ ആഴ്ച ഇവിടെ കടന്നു വന്നു. ബ്രദർ അങ്ങോട്ട് തന്നെ ദൂത് പറഞ്ഞു. തലവേദനയുണ്ട്, ബാക്ക് പെയിനിന്റെ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് ദൂത് പറഞ്ഞു. അടുത്ത ആഴ്ച ഒന്ന് സാക്ഷി പറയണമെന്ന് പറഞ്ഞു. സിസ്റ്റർ പറയുന്ന അന്ന് തൊട്ട് തലവേദനയില്ല, തലചുറ്റും ഇല്ല, ബാക്ക് പെയിനും ഇല്ല, പൂർണ്ണമായിട്ട്. സിസ്റ്ററിന് പറയാവോ? തമിഴ് പറഞ്ഞാൽ മതി. தலை சுற்றி இருந்துச்சு. ஒரு 4 மாசமா தலை சுற்றி 4 மாசமா இருந்துச்சு. ஹாஸ்பிட்டல் போனப்போ பொசிஷன் மாறினா, குனிஞ்சிட்டு நிமிந்தாலும் படுத்துட்டு எழும்புனா எப்போவுமே தலை சுற்றி இருந்துகிட்டே இருந்துச்சு. டெய்லியுமே தலை சுற்றி இல்லாத நாளே இல்லை. அப்போ MRI எடுக்கணும்னு சொல்லியிருந்தாங்க. அதுக்கப்புறம் போன வாரம் இங்கே ப்ரேயர் பண்ணப்போ அன்னையிலேருந்தே நான் நோட் பண்ணி தலை சுற்றி வரவே இல்லை அதுக்கப்புறம் இது வரைக்கும். ബ്രദർ, ഈ സിസ്റ്ററിന്റെ പേര് വിജില. മകൻ ആദർശന് ദൈവം ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തി പറയാനായി ഇവിടെ ആയിരിക്കുന്നത്. ആദർശന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു സൈക്കിൾ വേണമെന്ന്. ആഗ്രഹം തൻ്റെ അമ്മയോട് പറഞ്ഞു. അമ്മ പറഞ്ഞു അത് ദൈവത്തോട് പറഞ്ഞാൽ മതി, മകൻ പറഞ്ഞാൽ മതി, ദൈവം നൽകുമെന്ന്. അപ്പം മകൻ പറഞ്ഞു ഇല്ല, അമ്മ പ്രാർത്ഥിക്കുന്നതെല്ലാം അമ്മയ്ക്ക് ലഭിക്കുന്നുണ്ട്, അത് അമ്മ പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. എന്നാൽ മകനോട് അമ്മ പറഞ്ഞത് പ്രകാരം മകൻ ഡയറിയിൽ അത് എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. മകന് സൈക്കിൾ ലഭിച്ചു എന്നാണ് പറയുന്നത്. എനിക്കെന്റെ ദൈവം എന്തെങ്കിലും തന്നാലത്. നാട്ടിലെ ഉണർവ് പൂവാറിൽ ഓഗസ്റ്റ് 12 വൈകുന്നേരം 6:30 മുതൽ. സ്ഥലം ശ്രുതി ഓഡിറ്റോറിയം, പൂവാർ. TV പ്രേക്ഷക സംഗമം പാലക്കാട് ഓഗസ്റ്റ് 14 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തിമഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിനു സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. സമൃദ്ധിയുടെ സ്വാതന്ത്ര്യം ഓഗസ്റ്റ് 15 എറണാകുളത്ത് രാവിലെ 10:30 മുതൽ. ബ്രദർ ജോൺ താരുവും സിസ്റ്റർ സോളി ജോൺ എന്നിവർ ശുശ്രൂഷിക്കുന്നു. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുകയാണ്. കർത്താവ് സ്പർശിക്കുന്നതും കർത്താവ് തൊടുന്നതും ആ കൃപയിലായിരിക്കാൻ കഴിയുന്നതും പിതാവിനാൽ ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും അത് അനുഭവിക്കുവാനായി കഴിയത്തില്ല. ആ കരുണ നമ്മുടെ മേലുണ്ടായതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എന്നോടൊപ്പം ആയിരിക്കുന്നവർ കണ്ണുകളെ അടച്ചാട്ടെ. വിശ്വാസത്താൽ ചില നന്മകളെ പ്രാപിച്ചാട്ടെ. ആയിരിക്കുന്ന ഏത് സാഹചര്യത്തിലും വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞാട്ടെ. അത് അത്ഭുതങ്ങളെ കൊണ്ടുവരുവാനിടയാകും. പ്രത്യേകിച്ച് ലിവറിൻ്റെ ഭാഗത്ത് വേദനയുള്ളൊരു വ്യക്തി, ആ വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. ആ വ്യക്തിയുടെ മേൽ കർത്താവിൻ്റെ സൗഖ്യം ചലിക്കുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദിയപ്പാ. യേശുവേ, അവിടുത്തെ ദയയ്ക്കായി നന്ദിയപ്പാ. യേശുവേ, അവിടുത്തെ കൃപയ്ക്കായി നന്ദിയപ്പാ. താങ്ക് യു ജീസസ്. അവിടുത്തെ കൃപയ്ക്കായി നന്ദിയപ്പാ. അപ്പോൾ അവിടുത്തെ ദയയ്ക്കായി നന്ദിയപ്പാ. കർത്താവ്, എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളിലും കർത്താവെ അത്ഭുതങ്ങൾ അനുഭവിക്കട്ടെ. അപ്പോൾ ഇവർ അഭിമുഖീകരിക്കുന്ന ഓരോ പ്രശ്നങ്ങളിലും കർത്താവ് കൂടെയുള്ളത് ഇവരനുഭവിക്കണം. അതേപോലെ ചുറ്റുപാടുമുള്ളവർ കാണണം. കർത്താവെ, നന്ദി പറയുന്നു. കർത്താവെ, പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവരെ തൊടണമേ. അമിതമായി മുടി കൊഴിയുന്ന പ്രയാസത്തോടായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുക യേശുവിൻ്റെ നാമത്തിൽ. അതേപോലെ കണ്ണ് എപ്പോഴും ബ്ലിങ്ക് ആയിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുക.
ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവെ അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി അപ്പാ. നന്ദി യേശുവേ, നന്ദി യേശുവേ. കവിളിലൊരു തടുപ്പായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുക. നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു അപ്പാ. താങ്ക് യു ജീസസ്. എന്നോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളും അപ്പോൾ ദൈവസാന്നിധ്യത്തിലും ദൈവിക അത്ഭുതങ്ങളിലും ജീവിക്കട്ടെ. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനെ. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഓരോ ദിവസവും അത്ഭുതങ്ങളിലായിരിക്കാം, ദൈവരാജ്യത്തിൽ ജീവിക്കാം. ഗോഡ് ബ്ലെസ് യു.